ബോട്സ്വാനയിലെ കസാനയിലുള്ള ക്രിസ്റ്റ മൊവാന റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ. രാവിലെ വനത്തിലൂടെയുള്ള ഗെയിം ഡ്രൈവ് കഴിഞ്ഞ് ഇവിടെ എത്തിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഇന്ന് വൈകിട്ട് 4 മണി വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു സാഹസ പരിപാടിക്ക് പുറപ്പെടുകയാണ്. അതറിഞ്ഞ ഗ്രൂപ്പിലെ 12 പേർ കൂടെ പുറപ്പെട്ടു. സഞ്ചാരം ഗ്രൂപ്പിലെ അംഗങ്ങളാണ് എല്ലാവരും. ഞങ്ങളുടെ ഇത്തവണത്തെ ടൂറിൽ ഉൾപ്പെടുത്തിയ ഒരു പരിപാടിക്കല്ല പോകുന്നത്. സഞ്ചാരം ടൂർ ഗ്രൂപ്പിന്റെ കൂടെ മുഴുവൻ സമയവും ഞാൻ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്സ്വാനയിലെത്തുമ്പോൾ കൂടെയുള്ളവരെ മറ്റു കാഴ്ചകളിലേക്ക് പറഞ്ഞുവിട്ട് ഞാൻ തനിയെ തൊട്ടടുത്ത രാജ്യമായ നമീബിയയിലേക്ക് ഒന്ന് പോകാൻ പദ്ധതിയിട്ടു. അവിടേക്കുള്ള വിസ ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ട്. അക്കാര്യം ഗ്രൂപ്പിലുള്ളവരോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ നദി കടന്ന് നമീബിയയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുപേർ കൂടെ കൂടി. നമീബിയയിൽ പ്രവേശിക്കാൻ ഇന്ത്യക്കാർക്ക് മുൻകൂട്ടി വിസ എടുക്കണമെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഇന്റർനെറ്റിൽ കണ്ടതും അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ കയറ്റിവിടും എന്ന് റിസോർട്ടിലുള്ളവർ പറഞ്ഞു. കയറ്റിയില്ലെങ്കിൽ തിരിച്ചു പോരാം. അങ്ങനെ ഒരു ബോട്ടിൽ ഞങ്ങൾ നമീബിയയിലേക്ക് പോവുകയാണ്. എന്റെ കൂടെയുള്ള 12 പേർ പോയി നോക്കാം എന്ന ചിന്തയിലാണ് ബോട്ടിൽ കയറിയിരിക്കുന്നത്. അനുവാദം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരാമെന്നാണ് ഇവരുടെ തീരുമാനം. ക്രിസ്റ്റ മൊവാന റിസോർട്ടിന്റെ കടവിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. നേരെ നദി കടന്ന് നമീബിയയിലേക്കല്ല ഞങ്ങൾ പോകുന്നത്. തീരത്തെവിടെയെങ്കിലും പോയി കയറാനും പറ്റില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയി ബോട്സ്വാനയുടെ എമിഗ്രേഷൻ സെന്ററിലെത്തണം. അവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം. ആ പാസ്പോർട്ടുമായി നമീബിയയുടെ ഇമിഗ്രേഷൻ സെന്ററിൽ ചെന്ന് ഇവർക്ക് വിസ കിട്ടുമോ എന്ന് അന്വേഷിക്കണം. എനിക്ക് വിസയുള്ളതുകൊണ്ട് പ്രശ്നമുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ബോട്ട് സഫാരി നടത്തിയ റൂട്ടിൽ തന്നെയാണ് യാത്ര. പകൽ സമയത്ത് ഗെയിം ഡ്രൈവുകളൊന്നുമില്ല. ഇപ്പോൾ നേരം 10 മണി ആയിട്ടേയുള്ളൂ. ഇനി 4 മണിയാകണം അടുത്ത ഗെയിം ഡ്രൈവ് ആരംഭിക്കാൻ. ആ സമയം വരെ റിസോർട്ടിൽ വെറുതെ ചെലവഴിക്കുന്നതിനു പകരം ഒന്ന് നമീബിയയിൽ പോയി വരാമെന്ന് കരുതിയാണ് കൂടെയുള്ളവരും ഇറങ്ങിയിരിക്കുന്നത്. ഞാനാകട്ടെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തതാണല്ലോ. ഈ യാത്രയിൽ എനിക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഞാനുള്ള ബോട്സ്വാന സഞ്ചാരത്തിൽ 149ാമത്തെ രാജ്യമാണ്. 148 രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഞാൻ ഈ യാത്ര പുറപ്പെട്ടത്. ബോട്സ്വാനയിൽ വന്നതോടെ 149ആയി. നമീബിയയിൽ കൂടി കയറിയാൽ 150 ആകും. ഈ യാത്രയിൽ തന്നെ 150 തികയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നമീബിയയുടെ വിസ എടുത്തത്. ഞാൻ 150 രാജ്യം തികയ്ക്കുമ്പോൾ തങ്ങൾ കൂടി ആ ആഘോഷത്തിൽ പങ്കുചേരുമെന്ന് പറഞ്ഞ് 12 പേർ കൂടെ കൂടുകയും ചെയ്തു. ചോബെ നദിയിലൂടെ പാർസലുകളുമൊക്കെയായി ചെറിയ ബോട്ടുകൾ കടന്നുപോകുന്നു. ബോട്സ്വാനയിൽ നിന്ന് നമീബിയയിലേക്കുള്ള സാധനങ്ങളുമായി പോകുന്ന ബോട്ടുകളാണ്. ചോബെ നദിയുടെ തീരത്ത് നമീബിയയുടെ കുറെ ചെറുഗ്രാമങ്ങളുണ്ട്. അവിടെയുള്ളവർക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇപ്പുറം ബോട്സ്വാനയിൽ വരണം. അതിനാകട്ടെ ഒത്തിരി കടമ്പകളും ചടങ്ങുകളും ഉണ്ട് താനും. ഒരു കടവിലേക്ക് ബോട്ടെടുത്തു. ബോട്ടിൽ 2 ജോലിക്കാരാണുള്ളത്, ഡ്രൈവറും മറ്റൊരു ജീവനക്കാരനും. അവർ ഞങ്ങളെ ബോട്ടിൽ നിന്ന് കൈപിടിച്ചിറക്കി നേരെ മുകളിലേക്ക് നടന്നോളാൻ പറയുകയും ചെയ്തു. അവിടെയാണ് റീജിയണൽ എമിഗ്രേഷൻ ഓഫീസ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എമിഗ്രേഷൻ ഓഫീസല്ല, ഗ്രാമീണർക്ക് വേണ്ടിയുള്ളതാണ്. വെൽക്കം ടു ചോബെ ഡിസ്ട്രിക്ട് എന്ന ബോർഡൊക്കെ ഉണ്ട്. നമീബിയയിൽ നിന്നും വരുന്നവരെ സ്വാഗതം ചെയ്യുന്ന ബോർഡാണ്. ഇതാണ് റീജിയണൽ എമിഗ്രേഷൻ ഓഫീസ്. ചെറിയൊരു ഓഫീസാണ്. കുറേ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. കാര്യങ്ങൾക്കൊക്കെ വലിയ താമസമാണ്. 1999 മെയ് 22 ഉദ്ഘാടനം ചെയ്ത ഓഫീസാണിത്. ഞങ്ങൾ അകത്ത് കയറി. അരമണിക്കൂർ കാത്തു നിന്ന് കാണും. ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഞങ്ങൾക്ക് എക്സിറ്റ് അടിച്ചു. ബോട്സ്വാനയിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുമതിയായി. ഇനി നമീബിയയിലേക്ക് പോകാം. അവിടെ നിന്നും തിരിച്ചിറങ്ങി. എക്സിറ്റ് അടിക്കാൻ എളുപ്പമാണ്. രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് ആർക്കും തടസ്സമില്ലല്ലോ. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് വന്ന ബോട്ടിൽ തന്നെ പോകണം. എല്ലാവർക്കും ചെറിയ ആശങ്കയുണ്ട്. നമീബിയയിൽ ചെന്നാൽ വിസ കിട്ടുമോ എന്ന ആശങ്ക.
എങ്കിലും എന്റെ കൂടെ വന്നിരിക്കുന്നവർ ഇതിനെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. വിസ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ തിരിച്ചു പോരാം. അതും പകൽ നേരത്ത് ഒരു ആക്ടിവിറ്റി ആകുമല്ലോ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ബാക്കിയുള്ളവർ റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളിലും ജാക്കുസിയിലും സ്പായിലും മറ്റ് എന്റർടൈൻമെന്റുകളിലുമൊക്കെ മുഴുകുന്ന നേരത്താണ് ഞങ്ങൾ കുറച്ചുപേർ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. 12 പേർ എന്റെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇംബാലില എന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. നമീബിയയുടെ ഒരു പ്രദേശമാണ് ഇംബാലില. രാജ്യത്തിന്റെ ഏറ്റവും കിഴക്കേയറ്റത്തുള്ള ഒരു ദ്വീപാണ് അതെന്ന് പറയാം. 3000-ഓളം പേർ വസിക്കുന്ന ദ്വീപാണ്. അവിടെയുള്ളവർ ഷോപ്പിങ്ങിനൊക്കെ വരിക നദി കടന്ന് കസാനെ പോലുള്ള ബോട്സ്വാനിയൻ പട്ടണങ്ങളിലേക്കാണ്. പാസ്പോർട്ടുമായി അവർക്ക് അക്കരെ ഇക്കരെ കടക്കാം. ആഫ്രിക്കയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളുണ്ട്. ബോർഡറിലെ നിരവധി ഗ്രാമങ്ങൾ. അവിടെയൊന്നും കർശനമായ ചെക്ക് പോസ്റ്റുകളും പരിശോധനകളും ഉണ്ടാകണമെന്നില്ല. ഗ്രാമീണർ രാജ്യാതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങ് ദൂരെ ഒരു കടവ് കാണാം. അതാണ് ഈ റൂട്ടിൽ നമീബിയയിലേക്കുള്ള എൻട്രി പോയിന്റ്. ഒരു രാജ്യത്തേക്ക് നമ്മൾ കടക്കുന്നത് അതിലൂടെയാണ്. നമീബിയയുടെ ഒരു ഗേറ്റ് വേ എന്ന് പറയാം. ആ രാജ്യത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള ഒരു കടവ്. അതൊക്കെ ഈയിടെ നന്നാക്കിയിട്ടുണ്ട് നമീബിയ. ടൂറിസം വളരുന്നതിന്റെ സൂചനകളാണത്. ബോട്സ്വാനയിലെ റിസോർട്ടുകളിൽ വസിക്കുന്ന ടൂറിസ്റ്റുകൾ ഞാനിപ്പോൾ വന്നതുപോലെ തന്നെ വിസ എടുത്ത് ഇവിടേക്കും വരാറുണ്ട്. പല യൂറോപ്യൻ രാജ്യക്കാർക്കും അമേരിക്കയിൽ നിന്ന് വരുന്നവർക്കുമൊന്നും നമീബിയയിൽ പ്രവേശിക്കാൻ മുൻകൂട്ടി വിസ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് മുൻകൂട്ടി വിസ ആവശ്യമാണെന്ന് ഇന്റർനെറ്റിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വിസ എടുത്തതും. ബോട്ട് കടവിലേക്കടുത്തു. അവിടെ കുറച്ചു പേർ നിൽപ്പുണ്ട്, സ്ത്രീകളും കുട്ടികളുമൊക്കെ. ബോട്സ്വാനയിൽ പോയി അവശ്യ സാധനങ്ങൾ വാങ്ങി നമീബിയയിലേക്ക് തിരികെ വരുന്നവരാകാം. ഞങ്ങൾ തീരത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. എന്റെ കൂടെയുള്ളവരെല്ലാം അനൌദ്യോഗികമായി നമീബിയയിൽ കാലുകുത്തിയിരിക്കുകയാണ്. അതായത് ഈ ടൂറിൽ അവരുടെ ലിസ്റ്റിലില്ലാത്ത പുതിയൊരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞു. ഇത് ഡേവിഡാണ് ഇനി എന്നെ നമീബിയയിലെ ചില ഗ്രാമങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പട്ടി കിടപ്പുണ്ട്. 2-3 സ്ത്രീകൾ വലിയൊരു മരത്തിന്റെ വേരുകളിലും ഇരിക്കുന്നു. കടവിൽ വരുന്നവർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. ഞങ്ങളുടെ ബോട്ടിൽ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പെട്ടിയിൽ നിന്ന് വെള്ളവും ജ്യൂസുമൊക്കെ എല്ലാവർക്കും എടുത്തുകൊടുത്തു. പുറപ്പെട്ടിട്ട് കുറെ നേരമായല്ലോ. പാനീയങ്ങളൊക്കെ തന്ന് ഞങ്ങളെ കയറ്റിവിട്ട് ബോട്ടുകാർ ഇനി തിരിച്ചു പോകും. പിന്നീട് വിളിക്കുമ്പോൾ തിരികെ വന്നുകൊള്ളും. ഡേവിഡിനറിയാം അവരെ എപ്പോഴാണ് വിളിക്കേണ്ടതെന്ന്. കടവിൽ നിന്നും റോഡിലേക്ക് കയറി ഞങ്ങൾ നടത്തം തുടങ്ങി. കുറച്ചു ദൂരം നടക്കാനുണ്ട് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക്. ബോട്സ്വാനയുടെ ഭാഗത്ത് കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ റീജിയണൽ ഇമിഗ്രേഷൻ ഓഫീസും ചെറിയൊരു സംവിധാനമാണ്. മുന്നിൽ ആ കാണുന്നതാണ് ഇവിടുത്തെ റീജിയണൽ ഇമിഗ്രേഷൻ ഓഫീസും മറ്റും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ. ഇമിഗ്രേഷൻ ഓഫീസ് കൂടാതെ ചില ഗവൺമെന്റ് ഓഫീസുകളും ഇവിടെയുണ്ട്. ഒരു സാധാരണ ആഫ്രിക്കൻ രാജ്യത്ത് അതിർത്തിയിലെ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. 2024 നവംബറിൽ നമീബിയൻ ആഭ്യന്തരമന്ത്രി ഡോക്ടർ ആൽബർട്ട് കവാന ഉദ്ഘാടനം ചെയ്ത ബിൽഡിംഗാണ്. ചെന്നപാടെ എല്ലാവരും ഇമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്യണം. അകത്തൊരു ഉദ്യോഗസ്ഥയുണ്ട്. അവരുമായി സംസാരിച്ചപ്പോൾ ഏതായാലും നിങ്ങൾ ഫോം ഫില്ല് ചെയ്തു തരൂ എന്ന് പറഞ്ഞു. എല്ലാവരും അത് പൂരിപ്പിക്കുന്ന നേരത്ത് അകത്തുള്ള ഉദ്യോഗസ്ഥ ആരെയെല്ലാമോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. വിസ ഇല്ലാതെ ഇന്ത്യയിൽ നിന്ന് 12 പേർ വന്നിട്ടുണ്ട്. അവരെ അനുവദിക്കട്ടെ എന്നൊക്കെയാണ് ചോദ്യം. അവർ വീണ്ടും ആരെയൊക്കെയോ വിളിച്ചു ചോദിച്ച ശേഷം പ്രഖ്യാപനം നടത്തി. വിസ ഇല്ലാതെ പോകാൻ പറ്റില്ല. എനിക്ക് അനുവാദം കിട്ടി. കാരണം ഞാൻ ഓൺലൈനായി നേരത്തെ തന്നെ വിസ എടുത്തിട്ടുണ്ട്. ഞാനും ഡേവിഡും അവിടെ നിന്നും ഇറങ്ങി. ബാക്കിയുള്ളവർ എന്നെ യാത്രയാക്കി. അവർ കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കും. ദുഃഖമൊന്നുമില്ല. വിസ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ.
പക്ഷേ അവർക്കൊരു ഗുണം കിട്ടി. നമീബിയയിൽ കയറാനായി. കാഴ്ചകളിലേക്ക് പോകാനായില്ലെങ്കിലും ഞാനും ഡേവിഡും കൂടി ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് നടക്കുകയാണ്. വണ്ടിയൊന്നുമില്ല, നടന്നു തന്നെ പോകണം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. റോഡിൽ ചില പിക്കപ്പ് വണ്ടികൾ പോകുന്നുണ്ട്. ചിലർ എന്റെ നേരെ കൈ കാണിക്കുന്നു. ഇത് ഒരു വനഗ്രാമമാണ്. ഇന്നലെയും ഇന്ന് രാവിലെയും ബോട്സ്വാനയിൽ കണ്ട ഭൂപ്രദേശത്തിന്റെ തുടർച്ച തന്നെയാണ് ഇവിടം. നമീബിയയുടെ പ്രസിഡന്റ് വന്നാൽ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഇവിടെയുണ്ട്. ഇംബാലില ശരിക്കും നമീബിയയുടെ ഒരു അറ്റമാണ്. ഈ അറ്റം കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് ബോട്സ്വാന, മറ്റൊരു ഭാഗത്ത് സിംബാബ്വെ, വേറൊരു ഭാഗത്ത് സാംബിയ. അങ്ങനെയാണ് ചുറ്റുമുള്ള രാജ്യങ്ങൾ. ചോബെ നാഷണൽ പാർക്കിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് പ്രസിഡന്റും VIP-കളും ഒക്കെ വന്ന് ഇവിടെ താമസിക്കാറുമുണ്ട്. ഇംബാലിലയിൽ 3 റിസോർട്ടുകൾ ഉണ്ടെന്നാണ് ഡേവിഡ് പറയുന്നത്. പക്ഷേ ബോട്സ്വാനയിലേതുപോലെ ഇവിടെ ടൂറിസം അത്രയ്ക്കങ്ങ് വളർന്നിട്ടില്ല. ബോട്സ്വാനയിൽ വരുന്ന ടൂറിസ്റ്റുകൾ ബോട്ടെടുത്ത് നദി കടന്നെത്തിയാലേ ഇവിടെ ടൂറിസത്തിന്റേതായ എന്തെങ്കിലും ആക്ടിവിറ്റികൾ നടക്കുകയുള്ളൂ. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വലിയ സഹായമൊന്നും കിട്ടുന്നില്ലെന്ന് ഡേവിഡ് സൂചിപ്പിക്കുന്നുമുണ്ട്. ഗവൺമെന്റ് വിസ നിയമങ്ങളിൽ ചില ഇളവുകൾ വരുത്തിയെങ്കിൽ ഇവിടുത്തെ ഗ്രാമീണർക്ക് ഗുണകരമായേനെ എന്നും ഡേവിഡ് പറയുന്നുണ്ട്. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ട് വനത്തിലൂടെ നടക്കുകയാണ്. വനത്തിനകത്ത് ചെറിയ ലോഡ്ജുകളും വീടുകളുമൊക്കെ കാണാം. 3 റിസോർട്ടുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കുറച്ചു ഗ്രാമീണർക്ക് ജോലിയുണ്ട്. എന്നാൽ ടൂറിസം രംഗത്തു നിന്നും എല്ലാ ഗ്രാമീണർക്കും പ്രയോജനം കിട്ടുന്ന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും ഡേവിഡ് പറയുന്നു. ഗ്രാമീണർക്ക് നേരിട്ട് പണം കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ളവർ വരികയും ഗ്രാമങ്ങളിൽ ചെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുമ്പോഴാണ്. അത്തരം ഗുണമൊന്നും ഇവിടുത്തെ ഗ്രാമീണർക്ക് കിട്ടുന്നില്ലെന്നാണ് ഡേവിഡിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമീബിയയിൽ ഇങ്ങനെയൊരു ഗ്രാമം സന്ദർശിക്കുന്നതിന് ഞാൻ $85 നൽകിയിട്ടുണ്ട്. ആ പണത്തിൽ നിന്ന് കുറച്ച് ഡേവിഡിന് കിട്ടും, ബോട്ട് കൊണ്ടുപോകുന്നവർക്ക് കിട്ടും, ഗ്രാമീണർക്കും ലഭിക്കും, പിന്നെ ഗവൺമെന്റിനും. സാംബസി റീജിയനാണ് ഈ പ്രദേശം. പണ്ട് കപ്രിവി സ്ട്രിപ്പ് എന്നാണ് ഈ ഭാഗം അറിയപ്പെട്ടിരുന്നത്. നമീബിയയിൽ നിന്നും 2 നദികൾക്കിടയിലൂടെ നീണ്ടുകിടക്കുന്ന മെലിഞ്ഞ ഒരു ഭാഗമാണ് കപ്രിവി സ്ട്രിപ്പ്. പിന്നീട് ഭരണാധികാരികൾ അതിന്റെ പേര് മാറ്റി സാംബസി റീജിയൻ എന്നാക്കുകയായിരുന്നു. ഇംബാലില ദ്വീപിലെ നിവാസികൾ പൂർണ്ണമായും നമീബിയയിലെ പരമ്പരാഗത ഗോത്രക്കാരല്ല. ബോട്സ്വാനയിൽ നിന്നും കുടിയേറി വന്നവരും ഇവിടെയുണ്ട്. അവർ സ്വാന ജനത എന്നറിയപ്പെടുന്നു. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു വനത്തിന് നടുവിലുള്ള മൺപാതയിലൂടെയാണ് നടത്തം. എപ്പോൾ വേണമെങ്കിലും ഒരു സിംഹം ചാടി വരാം, അല്ലെങ്കിൽ ഒരു ചീറ്റ മുന്നിലെത്താം. ഡേവിഡിന് ധൈര്യമുണ്ട്. ഞാൻ പക്ഷേ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും ചാടി വീഴാൻ നിൽക്കുന്നുണ്ടോ എന്ന്. മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല. ഇടയ്ക്ക് തലയ്ക്ക് മുകളിലൂടെ വിമാനങ്ങൾ കടന്നുപോകുന്ന ശബ്ദം കേൾക്കാം. 1300 മീറ്റർ റൺവേയുള്ള ഒരു ചെറിയ വിമാനത്താവളമുണ്ട് ഈ ദ്വീപിൽ. ഇമിഗ്രേഷൻ സെന്ററിൽ നിന്നും ഇപ്പോൾ ഞാൻ 1 കിലോമീറ്ററിലേറെ നടന്നു കഴിഞ്ഞു. ഞാൻ ഡേവിഡിനോട് ചോദിച്ചു, ഈ ദ്വീപിന്റെ പേരായ ഇംബാലില എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. ഞങ്ങളുടെ ഭാഷയിൽ അതിന് വിദൂരതയിലുള്ള ദേശം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ഡേവിഡ് പറഞ്ഞു. ഫാർ എൻഡ് പ്ലേസ്. അതല്ലെങ്കിൽ ഇവിടെ ധാരാളം ഇംബാലകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇംബാലില എന്ന പേര് വന്നതുമാകാം.
കുറച്ചുകൂടി ചെന്നപ്പോൾ ആൾതാമസമുള്ള ഒരു ഗ്രാമത്തിന്റെ ഛായയുള്ള ഒരു പ്രദേശത്തേക്കെത്തുന്നു. കുറച്ചു വീടുകൾ, വേലിപ്പടർപ്പുകൾ, അങ്ങനെ പലതും കാണുന്നു. കാട്ടുപുല്ലുകൊണ്ട് പണിത വേലിയാണ്. വലിയൊരു ബാവോബാബ് മരത്തിന്റെ തലപ്പ് ദൂരെ കാണാം. തനി ആഫ്രിക്കൻ ഗ്രാമം തന്നെ. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും പല സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ആ രാജ്യങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ മിക്കയിടത്തും കാഴ്ച ഇതൊക്കെ തന്നെയാണ്. പുല്ലുകൊണ്ട് പണിത വേലി, മണ്ണ് കുഴച്ച് ചുമരുണ്ടാക്കിയ വീട്, അതിന്റെ തകരം മേഞ്ഞ മേൽക്കൂര, ടാറ് ചെയ്യാത്ത വഴികൾ. മിക്ക ഗ്രാമങ്ങളിലും കാഴ്ച ഇതൊക്കെ തന്നെ. നടന്നെത്തിയത് വലിയൊരു ബാവോബാബ് വൃക്ഷത്തിന്റെ അടുത്തേക്കാണ്. അതിനു ചുറ്റും പുല്ലുകൊണ്ട് വേലി കെട്ടിയിരിക്കുന്നു. ഇത് ചരിത്രമുള്ളൊരു ബാവോബാബ് ആണെന്ന് ഡേവിഡ് പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ ബാവോബാബ് വൃക്ഷങ്ങളിലൊന്ന്. ചിലർ പറയുന്നു ഇതിന് 1000-ലേറെ വർഷം പഴക്കമുണ്ടെന്ന്. മറ്റു ചിലർ 2000 വർഷത്തിലേറെ പ്രായമാണ് കണക്കാക്കുന്നത്. ഏതായാലും വലിയൊരു വൃക്ഷമുത്തശ്ശൻ തന്നെയാണ് ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞെങ്ങനെ നിൽക്കുന്നത്. ആഫ്രിക്കക്കാരുടെ കൽപ്പവൃക്ഷമാണ് ബാവോബാബ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. മരത്തൊലി നാരിനും നിറങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇലകൾ പച്ചക്കറിയായി ഭക്ഷ്യയോഗ്യമാണ്. ഞാൻ ആ വൃക്ഷത്തെ പശ്ചാത്തലമാക്കി നമീബിയയിൽ വന്നതിന്റെ പ്രതീകമെന്നോണം ഒരു ദൃശ്യം പകർത്തിയെടുത്തു. അതിഗംഭീരമായ ഒരു വൃക്ഷം, വലിയ ചരിത്രവുമായി അതങ്ങനെ നിൽക്കുകയാണ്. ഗ്രാമത്തിന്റെ ഐശ്വര്യം തന്നെ ഈ വൃക്ഷമാണെന്ന് തോന്നും. ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെയൊരു പൊത്തുണ്ട്. പൊത്തിനകത്ത് കയറുമ്പോൾ ഇതാണ് കാഴ്ച. അതിവിശാലമാണ് അകം. ആ പൊത്തല്ലാതെ അകത്തേക്ക് കയറാൻ ഒരു വാതിലും ഇവിടെ വെട്ടിവെച്ചിട്ടുണ്ട്. ആ വാതിലിലൂടെ ഒരു കെട്ടിടത്തിലേക്കൊന്നോണം മരത്തിന്റെ അകത്തേക്കു കയറാം. അതാണ് അത്ഭുതം. അകം ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മരം കൊണ്ടുള്ള ശില്പങ്ങൾ. എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ വൃക്ഷം. അങ്ങ് മുകൾ ഭാഗം വരെ വലിയൊരു പൊത്ത്. ശരിക്കും ഒരു വലിയ മുറിയേക്കാൾ വിസ്താരമുണ്ട് ഈ മരത്തിനകത്ത്. ഒരു കുടുംബത്തിന് തന്നെ സുഖമായി ജീവിക്കാം. പുറത്ത് ആരോടോ സംസാരിച്ചു നിൽക്കുകയായിരുന്ന ഡേവിഡും കയറി വന്നു. പണ്ട് ഈ മരത്തിനകത്ത് ആളുകൾ വസിച്ചിരുന്നു അത്രേ. ഇപ്പോഴും ഇത് ഗ്രാമീണരുടെ ഒരു വിശ്രമ ഇടമാണ്. ബോട്സ്വാനയിൽ നിന്ന് നദി കടന്ന് ഈ ഗ്രാമത്തിലേക്കെത്തുന്ന ടൂറിസ്റ്റുകളുടെ വലിയൊരു ആകർഷണവും ഈ ബാവോബാബ് മരമാണ്. ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വരുന്നതുകൊണ്ട് തന്നെ ഗ്രാമീണർ മരത്തിനു ചുറ്റും ഒത്തുകൂടും. അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വെക്കുകയും ചെയ്യും. ജലം ലഭിക്കാത്ത സീസണുകൾ ഉള്ള പ്രദേശങ്ങളിലാണ് ബാവോബാബ് മരങ്ങൾ വളരുന്നത്. വരണ്ട കാലാവസ്ഥയെ അതിജീവിക്കാനായി മഴക്കാലത്ത് പ്രകൃതി ഈ മരത്തിന്റെ തടിക്കുള്ളിൽ വൻതോതിൽ ജലം സംഭരിച്ചു വയ്ക്കുന്നു. 10,000 ലിറ്റർ മുതൽ 1,00,000 ലിറ്റർ വരെ വെള്ളം സംഭരിച്ചു വയ്ക്കാൻ ശേഷിയുള്ള ബാവോബാബ് മരങ്ങൾ ആഫ്രിക്കയിലുണ്ട്. ചില ഭാഗങ്ങളിൽ വരൾച്ചയുള്ള സമയത്ത് ഗ്രാമീണർ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒരു മരത്തിന്റെ അകത്ത് കയറുന്നത്. ഇത് അകമാണെങ്കിൽ മരത്തിന്റെ പുറം എത്രയുണ്ടാകുമെന്ന് ചിന്തിക്കുക. ഞാൻ മരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് നടന്നു. ആഫ്രിക്കൻ നാടുകളിൽ ബാവോബാബ് മരങ്ങൾ വെട്ടിക്കളയാറില്ല. മരത്തിനു ചുറ്റും ഇങ്ങനെയൊരു വേലിപ്പടർപ്പ് കാണാം. അതിനകത്ത് ഗ്രാമീണർ കുറെ തട്ടുകളൊക്കെ നിർമ്മിച്ച് അതിന്മേൽ കുറെ ഉൽപ്പന്നങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. ബോട്സ്വാനയിൽ നിന്നും ചോബേ നദി കടന്ന് ടൂറിസ്റ്റുകൾ വരുമെന്ന് പ്രതീക്ഷിച്ച് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇവരിന്ന് നിരാശരാണ്. ഞങ്ങൾ 13 പേർ വരുമെന്ന പ്രതീക്ഷയിൽ ഇവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു. വന്നതാകട്ടെ ഞാൻ മാത്രം. 13 പേർ അവിടെ നിന്നും വരുന്നുണ്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും ഡേവിഡിനെ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. ഞാൻ വന്ന പാടെ ഇവരോട് ക്ഷമ പറഞ്ഞു. ഡേവിഡ് ആകട്ടെ താൻ 13 പേരുമായി വരുമെന്ന് ഈ ഗ്രാമീണരോട് പറയുകയും ചെയ്തു. അതോടെ ഈ സ്ത്രീകളെല്ലാം സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തിവെച്ച് കാത്തിരിക്കുകയായിരുന്നു. മറ്റുള്ളവരെ ഇവിടേക്ക് കയറ്റിവിട്ടില്ല എന്നറിഞ്ഞതോടെ ഇവർക്കെല്ലാം വലിയ സങ്കടമായി.
ബൃന്ദ. ബൃന്ദ എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഇവരാണ് ഇവിടുത്തെ ഒരു പ്രധാനി, കച്ചവടക്കാരികളുടെ ഒരു നേതാവെന്ന് പറയാം. അവരോടും ഞാൻ കാര്യം പറഞ്ഞു. ഇത്തവണത്തെ ടൂറിൽ നമീബിയ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ കാഴ്ചകൾ എന്തെല്ലാമാണെന്നോ അത് എങ്ങനെയുണ്ടെന്നോ എനിക്കറിയുകയുമില്ലായിരുന്നു. അടുത്ത ടൂർ മുതൽ നമീബിയയെ കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ 40 പേരടങ്ങുന്ന സംഘവുമൊത്തു വരാമെന്നും പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. കുട്ടികളുമായാണ് സ്ത്രീകൾ വന്നിരിക്കുന്നത്. ഗ്രാമീണ ചുറ്റുപാടുകൾ മെച്ചപ്പെട്ടതല്ലെങ്കിലും നല്ല വസ്ത്രമാണ് എല്ലാവരുടേതും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമെല്ലാം കിട്ടുന്നുണ്ട്. ഗ്രാമത്തിൽ സ്കൂളുകളുമുണ്ട്. ഇവന്റെ പേര് സുമാത്ത എന്നാണ്. ടൂറിസ്റ്റുകളെ കണ്ട് പരിചയമായി കഴിഞ്ഞു. മറ്റൊരാളുടെ കേശാലങ്കാരം ഇങ്ങനെയാണ്. നടാഷ എന്നാണ് ഇവളുടെ പേര്. ഗോത്ര രീതിയിൽ നിർമ്മിച്ച പാത്രങ്ങളും മറ്റും നിരന്നങ്ങനെയിരിക്കുന്നു. അതിനപ്പുറം ആകെ നിരാശരായി എന്നോണം കുറച്ച് സ്ത്രീകൾ. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട ശേഷം വീണ്ടും ഇവിടെ വരാമെന്ന് സ്ത്രീകളോട് പറഞ്ഞ് ഞാൻ ഡേവിഡിനൊപ്പം സഞ്ചാരം തുടർന്നു.